ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ കുറഞ്ഞ ഓയിലിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കതിലേക്കൊരു ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള തന്നെ കേട്ടോ. 1 ടീസ്പൂണേ ഉള്ളൂ രണ്ടും കൂടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് അത് എരിവിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു 3 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ എരിവിനാവശ്യമായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങയുടെ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആയിരുന്നു. അത് ഞാൻ ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്കിതാ 1 ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നേരിയൊരു പുളിയും കൂടെ ആകുമ്പോൾ അതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് 1-2 മിനിറ്റോളം നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു ഉള്ളി മസാലയിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് വരാനും കൂടെ വേണ്ടിയിട്ട്. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു 2 മിനിറ്റോളം ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വെച്ചിട്ടൊന്നും വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. വേവിക്കുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയിൽ നമ്മൾ ആ മസാലയിൽ ഉപ്പിട്ട ടൈമിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിതാ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതൊന്നങ്ങ് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം 250 ml കപ്പിന് 1/2 കപ്പാണ് കേട്ടോ. ഞാൻ റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതിയേ. അത് 2 മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടെ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. 1/2 കപ്പ് റവ ആയതുകൊണ്ട് 1 കപ്പ് വെള്ളം, അല്ല 1 കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, ആ ഒരു രീതിയിലാട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റവ ആയതുകൊണ്ട് ആ വെള്ളമെല്ലാം അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്ര മതിയാവും. നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 കപ്പോളം മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളം മതിയാവും. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞ് വരും കേട്ടോ, നമ്മളൊന്ന് വാട്ടിയെടുത്തുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഓരോ പോർഷൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കണേ. ഒരു മീഡിയം വലിപ്പത്തിൽ ഇതുപോലെ ആക്കി എടുത്താൽ മതി അല്ലേ. ഈ ഒരു സൈസിലാട്ടോ ഞാൻ ഇതൊന്ന് ആക്കി എടുത്തിട്ടുള്ളത് അല്ലേ. ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ആക്കി വെച്ചാൽ പെട്ടെന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള ആ ഒരു മാവും ആ ഒരു മിക്സ് മൊത്തം നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു 2 പോർഷനാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു പോർഷന് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നങ്ങ് പരത്തിയെടുക്കണേ. വല്ലാണ്ടങ്ങ് തിന്നാക്കി എടുക്കണം കേട്ടോ. കുറഞ്ഞൊരു തിക്കോട് കൂടിയിട്ടാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള കട്ടർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഞാനൊരു 4 പോർഷനാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ അങ്ങ് കുഴച്ചിട്ട് നമുക്കൊന്നും കൂടെ അങ്ങ് പരത്തിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാട്ടോ നമ്മളിതൊന്ന് ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ് മതി. ഇതിനെക്കാട്ടിലും ആയി പോയാൽ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ വേവാവാത്ത രീതിയിലായിട്ട് വരും. അപ്പോൾ കുറഞ്ഞ കട്ടിയോട് കൂടിയിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളതൊക്കെ ഒന്ന് പരത്തിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ആ ഉരുട്ടി വെച്ചതിൽ നിന്ന് ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടുത്ത ആ ഒരു പരത്തി വെച്ചതിൽ നിന്ന് ഒരു റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഇത്ര മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറഞ്ഞ രീതിയിൽ നമ്മളൊരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഷാലോ ഫ്രൈ ആകുമ്പോൾ കുറഞ്ഞൊരു ഓയിലാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. താഴെഭാഗം ഏകദേശം ഒന്നായി വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്നങ്ങ് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ താഴെഭാഗം ഒന്നായി വന്നപ്പോൾ ഞാനിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 2 സൈഡും ഒരുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നങ്ങ് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സ്നാക്സ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഉള്ള ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.